നല്ല സിനിമ, വളരെ എൻജോയ് ചെയ്തു. ഇതിൻ്റെ തിരക്കഥ, കഥ, പിന്നെ സാമൂഹിക പ്രസക്തിയുള്ള സിനിമയാണ്. പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന പുതുമ ഈ സിനിമയിലുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. കണ്ണ് നനയിക്കുന്ന രംഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. നല്ല പെർഫോമൻസാണ്. ഫാമിലീസിന് വർക്കാവും. എന്തുകൊണ്ടും പുതുമയുള്ളതാണ്. ക്ലൈമാക്സും അതിൻ്റെ പിന്നെ നല്ല സന്ദേശമുള്ളൊരു സിനിമയാണ്. ഏറ്റവും പ്രധാന ഘടകം എന്നൊരു പുതുമയാണ്. ഒരു ഇതൊന്നുമില്ല, ക്ലീശ പരിപാടിയൊന്നുമില്ല. ക്ലീശയൊന്നുമില്ല, എല്ലാം പുതിയതാണ്. ക്ലീശയൊന്നുമില്ല. അടിപൊളി പടം, അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയായ, നമ്മൾ കുറേ നാളിന് ശേഷം മലയാളത്തിലേക്ക് ജീവിതഗന്ധിയായ ഒരു സിനിമ വന്നിരിക്കുന്നു. ഒരു രണ്ടാം മാലയോഗമാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ കോമഡി സിനിമ അല്ല, ഇമോഷണലി കണക്റ്റഡ് കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇമോഷണലി കണക്റ്റഡ് ആണ് നമ്മുടെ ജീവിതവുമായിട്ട്. ശരിക്കും നമ്മുടെ ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണ്. ശരിക്കും ഇങ്ങനെയാണ് സിനിമ വരേണ്ടത്. അല്ല, അതൊരു പ്രദേശത്തിൻ്റെ ആണ്, ആ നാട്ടിൻപുറമാണ് മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. എന്നാലും നമ്മളിന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണല്ലോ ഈ സ്ത്രീധനം, സ്വർണം. ശരിക്കും കണക്റ്റ് ആയിട്ടുണ്ട് സിനിമ. ഇത് എല്ലാവരുമായിട്ടും കണക്റ്റാണ് കേട്ടോ. ശരിക്കും കാണേണ്ടതാണ്. ഇടയ്ക്ക് എപ്പോഴും കണ്ണ് നിറഞ്ഞു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്, ഇമോഷണലി കണക്റ്റഡാണ്. എല്ലാം കൊണ്ടും ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. പക്ഷേ കുറേ നാളിന് ശേഷം നല്ലൊരു മലയാള സിനിമ കണ്ടത്. നല്ലൊരു സിനിമ, നല്ല കുടുംബം, എല്ലാവരും കാണണം. ശരിക്കും കണക്ട് ആയെന്ന് തോന്നല്ലേ പറയുമ്പോൾ? എനിക്ക് ശരിക്കും കണക്ട് ആയിട്ടുണ്ട്. കാര്യം എനിക്ക് മാലയോഗം സിനിമ കണ്ടതിന് ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് അതുപോലൊരു സാധനം ഇന്നാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. നല്ല സിനിമ. അതെ, നല്ല രസമുണ്ട്. എല്ലാവരും പെർഫോമൻസ് ബേസിൽ എല്ലാവരും. ലിജോ മോള്, സജിൻ ഗോവും ഭയങ്കര രസമുണ്ട്. പുള്ളിയുടെ എല്ലാവരും നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്ന. അതെ, ഇമോഷണലി കണക്ട് ആവുന്ന പടം. അത് കൊള്ളാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. റൈറ്റിംഗ് നല്ലതാണ്. ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, പറയുന്ന നല്ല ഡയലോഗ്സ് ഒക്കെ. നല്ല പടം. അടിപൊളിയായിരുന്നു. ഫാമിലിക്കൊക്കെ പറ്റിയൊരു മൂവിയാണ്. എല്ലാവർക്കും പറ്റിയ നല്ല സിനിമ. കോമഡി, അത്യാവശ്യം കോമഡി ഉണ്ട്. ബേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപോ, ലിജോ മോൾ, ആരൊക്കെ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല ക്യാരക്ടറായിരുന്നു. ഇമോഷനിലേക്ക് വർക്കായ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണ് നനയിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വലിയ ഇതൊന്നുമില്ല. എന്നാലും ബേസിൻ്റെ പടം ആയതുകൊണ്ടൊരു ഇതുണ്ടല്ലോ, ആ സംഭവം എപ്പോഴും ഉണ്ടാവും. ബേസിൽ നിരാശപ്പെടുത്തിയില്ല. ഒരു ആവറേജ് ബേസിൻ്റെ കൊള്ളാം. ഒരു പുതിയ സ്ക്രിപ്റ്റ് സത്യം പറഞ്ഞാൽ. പക്ഷേ ആവറേജ് പടം, ഫാമിലി കയറാൻ പറ്റും. ശരി.